നമ്മൾ ഏകദേശം കൽപ്പിത്തി ഐലൻഡിലേക്ക് റീച്ച് ചെയ്യുവാണ്. അവിടെയും കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഇതേ അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മളിതേ അവിടെ ഒരു സംഭവം ഉയർന്നു നിൽക്കുന്നത് കാണുന്നുണ്ടോ? അതൊരു ഉരുവാണ് കേട്ടോ. അതായത് പത്തേമാരി അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. അങ്ങനെ നമ്മൾ കൽപ്പിത്തി ഐലൻഡിലും കാല് കുത്തിയിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡാണ് കേട്ടോ. സീ, ആ മരങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്, എന്ത് രസമുണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ടോ, നിറച്ച് കോറൽസും ഷെൽസും ഒക്കെയാണ് ഈ അടിഞ്ഞു കിടക്കുന്നത്. അതായത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കടൽ കുറച്ച് ഇറങ്ങി കിടക്കുവാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പം കുറേ ആൾക്കാരെ ഇപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത് കൂടാണ്ട് വേറെ ആളുകളെ ഒരുപാട് പേരെ ഞാൻ കണ്ടു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ടൊരു അതിൻ്റെ ഒരുപാട് പേരെ കാണുന്നത്. ഇത് ശരിക്കും എനിക്ക് കാണുമ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അത്രയും മനോഹരമായ രീതിയിലുള്ളൊരു നേച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് ആ ഒരു ബ്യൂട്ടി ഈ ഒരു മരങ്ങളുടെ ഒരു ബ്യൂട്ടിയാണ്. കണ്ടൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പം. ഇതുണ്ടോ, വാവ്, ഇതുണ്ട് ഇതിൻ്റെ അടിവശം. ഞാൻ ആദ്യം വെച്ച് ഇത് വല്ല ഒടിഞ്ഞു കിടക്കുമായിരുന്നു. ആക്ച്വലി അല്ല, ഇത് ലൈവ് പ്ലാന്റ് തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഉണങ്ങി നിൽക്കുവാണ്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, ഒരു വെറൈറ്റി ഇല. നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും തിക്കായിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് കണ്ടൽ മരം പോലെയാണ്, പക്ഷെ കണ്ടൽ മരം അല്ല. ഇത് ലൈക്ക് ബീച്ചിലൊക്കെ വളരുന്ന എന്തോ ഒരു മരമാണ്, പക്ഷെ ഒരു രസമുണ്ട് നിൽക്കുന്ന കാണാൻ. ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്നു. സീ, ഇതുണ്ട്, ഇതിൻ്റെയൊക്കെ അടിവശം ഇപ്പോഴും ഈ മണലിൽ തന്നെ ഉറച്ചു കിടക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ഇതെന്തോ മരം ഒടിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. അല്ല കേട്ടോ, അതുകൊണ്ട് ഇത് സ്റ്റിൽ ലൈവ് തന്നെയാണ്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതേ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഉള്ളൊരു കാഴ്ച നോക്കേ. കണ്ടോ, നമ്മൾ ബോട്ട് വന്ന് ഇറങ്ങിയത് അവിടെയാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലമാണിത്. ആ കടൽ ഇടയ്ക്ക് എൻ്റെ കുറേ ആളുകൾ ബോട്ടിൽ വന്നിട്ടുണ്ട്. സോ ഡ്യൂഡ്സ്, വീണ്ടും 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 ഞാൻ നിങ്ങളോട് പറയുകയാണ്, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ, ലൊക്കേഷനാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പെൻസ് കുറച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപ് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. ഇനി ലക്ഷദ്വീപ് മാറും, ലക്ഷദ്വീപിൻ്റെ കളി മാറും. സോ എത്രയും പെട്ടെന്ന് വരിക. ഇവിടുത്തെ ഒരു നാച്ചുറാലിറ്റി, അതായത് ഇതൊക്കെ വിർജിൻ ഐലൻഡ്സ് ആണ്. ടൂറിസ്റ്റുകളല്ലാണ്ട് വേറെ ആരും ഇപ്പോൾ ഇവിടെ വരാറില്ല. സോ ഇവിടെ വൻ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ബ്യൂട്ടിക്ക് കുറച്ച് കോട്ടം തട്ടും. സോ നിങ്ങൾ ഇപ്പം തന്നെ വരിക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ കയറി പോയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കാം അല്ലേ. എന്നെ ആരെങ്കിലും കണ്ടില്ലെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ. സീ, അമ്മ, ഓ, ഇതിങ്ങനെ കൂടുകൂട്ടി നിൽക്കുകയാണ് കേട്ടോ മരങ്ങൾ. കണ്ടോ, ഇത് നമുക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം എന്താ ഇങ്ങനെ നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ നല്ല ഗ്രീനറിയാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക, കൊരുത്ത് നിൽക്കുവാണ്. ഈ കൽപ്പിത്തി ഐലൻഡ് എന്ന് പറയുന്നത് ഈ അഗത്തി ഐലൻഡ്, നമ്മൾ സ്റ്റേ ചെയ്ത അഗത്തി ഐലൻഡ് ഇല്ലേ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ, അതിനകത്ത് തന്നെ പെടുന്ന ഒരു സെപ്പറേറ്റ് ഐലൻഡാണിത്. പിന്നെ നേരത്തെ ഇവിടെ നമ്മുടെ അഗത്തി എയർപോർട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ പിന്നെ അത് മാറ്റി അങ്ങോട്ട് ആ സൈഡിലേക്ക് പോയി. അതുപോലെ തന്നെ ഈ കൽപ്പിത്തി എന്ന് പറയുന്ന പേരില്ലേ, ആക്ച്വലി അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ റൗണ്ട് ചെയ്താണ് ഈ ഒരു ഐലൻഡ് കിടക്കുന്നത്. ഇവിടെയൊക്കെ കടലുണ്ടായിരുന്നു, കടൽ ഇപ്പോൾ ഉൾവലിഞ്ഞ് തരട്ടോ. അപ്പോൾ ഈ കൽപ്പിത്തി എന്ന് വെച്ചാൽ കൽ മീൻസ് നമ്മുടെ ആസ് യൂഷ്വൽ കല്ലാണ്. പിത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വീപ്, അതായത് കല്ലുകളാൽ നിറഞ്ഞ ദ്വീപ് എന്നാണ് കൽപ്പിത്തി ഐലൻഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ നടന്ന് വരുന്തോറും കൽപ്പിത്തി ഐലൻഡിൻ്റെ ബ്യൂട്ടി കൂടിക്കൂടി വരുവാണ് അല്ലേ ഡ്യൂട്ട്സ്?
സി അതിനിടയിൽ എന്തൊക്കെയോ കിളികളൊക്കെ ഉണ്ട് കേട്ടോ, കിളികളും പറന്ന് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നടന്ന് ഇങ്ങനെ ഒരു സ്തൂപത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ സ്തൂപം എന്ന് പറയുന്നത് ഇതിനകത്ത് എഴുതിക്കുന്ന കൽപ്പറ്റി അഗത്തി ഐലൻഡ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി എന്നാണ്. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് നമ്മൾ ഈ നടന്നു പോകുന്ന തൊട്ടപ്പുറത്ത് സീ ആണല്ലോ. ഇത് ആക്ച്വലി സീ ആണ്, ഇപ്പോൾ കടൽ വലിഞ്ഞു കിടക്കുവാണ്. അപ്പം ഈ സീയിൽ കൂടി ഇൻ്റർനാഷണൽ കപ്പലുകളൊക്കെ പോകുന്ന ചാലാണ്. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആർക്ക് വേണമെങ്കിലും ഷിപ്പിൽ പോകുന്നവർക്ക് ഇത് കയ്യേറാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ, അതായത് ബ്രിട്ടീഷ് ഭരണകാലവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഐലൻഡ് വേറെ ആരും കയ്യേറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്കാർ ഇത് ഇന്ത്യയുടെ ആണ് എന്ന് സ്ഥാപിച്ച ഒരു സ്തൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് തെങ്ങിൻ്റെ കുറ്റികളാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തിനായിരിക്കും ഇവിടുന്ന് തെങ്ങൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത്? അയ്യോ, ദേ ഒരു ഞണ്ട് കണ്ടോ, ഇതിലേ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേ സ്പീഷീസിനെ കാണാം കേട്ടോ. അതേ അടുത്ത ഞണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയാം. ഡ്യൂഡ്സ്, ഇന്നലെ എൻ്റെ വാഷ്റൂമിനകത്ത്, അതായത് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഞാൻ കുളിക്കാൻ കയറിയപ്പം ഒരു വലിയ ഞണ്ടുണ്ട് ബാത്റൂമിനകത്ത് കേട്ടോ. ഒരു വൈറ്റ് കളറും ബ്ലാക്ക് കളറും കൂടെ ഉള്ള കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും, കാരണം ഇത് നമ്മളെ ഇറുക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയില്ലേ. പിന്നെ ഞാനങ്ങ് സമാധാനിച്ചു. നമ്മുടെ നാട്ടിൽ ബാത്റൂമിനകത്ത് ഒച്ച വരും, അതേപോലെ ചെറിയ അട്ടയൊക്കെ കയറി എടുത്തില്ലേ, അതേപോലെ ലക്ഷദ്വീപിൻ്റെ സമ്പത്താണ് ഞണ്ട് എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഗാധമായൊരു ഫോറസ്റ്റിനകത്ത് പെട്ടു ഡ്യൂഡ്സ്. സോ ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഇനി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വന്നിട്ട് എനിക്ക് ഏത് വഴി പോകണം എന്നൊരു ഐഡിയ ഉള്ളൂ. ദൈവമേ, അവർ അതുവഴിയൊക്കെ പോയോ? അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ റെസ്ക്യൂ ഗാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബീച്ചാണെങ്കിലും ഭയങ്കര കാടാണ് ഇവിടെ. 4 സൈഡും കടലാണ്, പക്ഷെ നടുക്കൊരു ഫോറസ്റ്റ് അല്ലേ. എന്തൊക്കെയാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഇങ്ങനെ തന്നെയല്ലേ, സ്ട്രേറ്റ് അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് താണ്ടിതേ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഓ, ഇതൊരു ഡിഫറെന്റ് ബീച്ചാണല്ലോ. ഇവിടെ ഫുള്ള് കല്ല് തന്നെയാണല്ലോ. സീ, ഓ, നമ്മൾ ഇതുവരെ കണ്ട ബീച്ച് സൈഡ് അല്ല കേട്ടോ, ഇങ്ങോട്ടല്ലേ. ഓ, ഇവിടെ സൂക്ഷിച്ചൊക്കെ നടക്കണം. എൻ്റെ അമ്മേ. ഓക്കെ. അതെ, അവര് കുറച്ച് ആൾക്കാർ അങ്ങനെ പോയി. ഇതിലെ കൂടെ ആരൊക്കെ ചാടുന്നു നോക്കട്ടെ. യെസ് 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 യെസ്. വൺ ബൈ വൺ. എല്ലാരും ക്യൂ പിടിച്ചിരിക്കുന്നുണ്ടോ? ഹായ്, എങ്ങനെയുണ്ട് കൽപ്പത്തി ഐലൻഡ്? ഡാം ബ്യൂട്ടിഫുൾ അല്ലേ? ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ നല്ല സ്ഥലമല്ലേ അല്ലേ? നമുക്ക് ശരിക്കും ഒരു കണ്ടൽക്കാടിനകത്ത് പെട്ടൊരു ഫീൽ അല്ലേ തോന്നുന്നേ? ആക്ച്വലി നമുക്കിവിടെ ഫിലിം ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലേ. ഈ ലക്ഷദ്വീപ് ശരിക്കും സൂപ്പർ ഹിറ്റ് ആയത് നമ്മുടെ അനാർക്കലി ഫിലിം കൂടിയാണല്ലോ. അപ്പം അനാർക്കലിയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ ഈ കൽപ്പറ്റി ഐലൻഡിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് അത് കവരത്തിയിലാണ്. ഇതെന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ലക്ഷദ്വീപിൽ ഇങ്ങനത്തെ ഒരു നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ലക്ഷദ്വീപിൽ ഇങ്ങനത്തെ ഒരു ഐലൻഡ്? ഇല്ല. അതാണ് നമ്മുടെ വ്യൂ ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ? ഹലോ, ഹായ്, യു ആർ നോട്ട് മലയാളി, ഐ നോ ദാറ്റ്, ബട്ട് കം. ഷീ ഈസ് Bangalorean. And what is your native tongue? I'm from Mangalore. So my father is from Bhatkal. Okay. And your native language? I speak Konkani. Konkani. She is Konkani. Okay. Yes. Okay. See, ഇതുണ്ടോ ഡിഫറെൻ്റ് സ്റ്റോൺസ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ചെറിയ പാറകളായിരുന്നു. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വന്നിട്ട് കൽപ്പത്തി ഐലൻഡ് കാണുമ്പം എന്തുകൊണ്ട് പാറകളുടെ ദ്വീപ് എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി, എക്സാക്ട്ലി ദിസ് ഈസ് പാറകളുടെ ദ്വീപ്. പോകുന്നത് നമ്മുടെ കൂട്ട് വേറെ ഏതോ ഒരു പാക്കേജ് ട്രിപ്പാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലക്ഷദ്വീപിൽ ആളുകളൊക്കെ ഇഷ്ടംപോലെ ടൂറിസം ബേസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൺലൈറ്റ് ആകാൻ പോണു. ഇതുണ്ടോ വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ. നോക്ക്, എന്തോ ഇവിടുത്തെ പാറകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഷേപ്പ് വൈസ് അതെനിക്ക് തോന്നുന്നു ഈ വെള്ളം വേവ്സ് വന്ന് അടിച്ചടിച്ച് ഇങ്ങനെ ആവുന്നതാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക രീതിയിൽ. പിന്നെ ഇവിടെ വേറൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. സ്റ്റോറി മീൻസ് കുറച്ച് സാഡ് സ്റ്റോറിയാണ്. അതായത് ഇവിടെ കൽപ്പത്തിയിൽ ഒരു പാറയുണ്ട്, ബി കുഞ്ഞിബി പാറ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സങ്കടകരമായ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. ഇവിടെ അഗത്തി ഐലൻഡിൽ ബി കുഞ്ഞിബി എന്ന് പറയുന്ന ഒരു ലേഡി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി താമസിച്ചിരുന്നു കേട്ടോ. ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇംഗ്ലീഷ് കമാൻഡർ അവരെ കണ്ട് മോഹിക്കുകയും അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പുള്ളി, അതായത് ഈ കമാൻഡർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവർ അതിൽ പേടിച്ചിട്ട് ഇദ്ദേഹം വരുന്ന സമയമായപ്പം അഗത്തി ഐലൻഡിൽ നിന്നും പേടിച്ച് ഓടിക്കേറി ഈ കൽപ്പത്തി ഐലൻഡിൽ വന്ന് ഒളിച്ചിരുന്നു. അപ്പം ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അവർ ഒളിച്ചിരുന്നത് ആ ഒരു പാറയിലാണെന്നും ഈ പാറയ്ക്കകത്ത് അവർ സൂയിസൈഡ് ചെയ്തു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂട്സ്, നമ്മൾ അന്വേഷിച്ചു വന്ന ബി കുഞ്ഞിബി പാറ ഇതാണ് കേട്ടോ. സോറി, ബി കുഞ്ഞിപ്പാറ. ഇവിടെയാണ് ആ സുന്ദരിയായ ബി കുഞ്ഞി എന്ന് പറയുന്ന ലേഡി വന്ന് സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് സ്പേസ് ഉണ്ടോ, കണ്ടോ? ഇതിനകത്തേക്ക് എനിക്ക് കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ തലയിടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതായത് അവരിവിടെ വന്ന് സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത്, അതായത് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ബ്രിട്ടീഷേഴ്സിൻ്റെ ഭരണകാലത്താണ്. ഇപ്പം ഇവിടെ നമ്മൾ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അന്ന് ആരുണ്ടായിരുന്നിരിക്കും ഇവിടെ, അല്ലേ? അപ്പം ഈ റോക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു റോക്കാണ്. അതേണ്ട, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടതുപോലെ ഒരു സെയിം ഹോൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു കൺസ്ട്രക്ഷൻ അല്ലേ. അതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ ഇറങ്ങി വരാം. ഇത്രയും വലിപ്പമുള്ളതാണ് ബി കുഞ്ഞിപ്പാറ. ഇവിടെ കുറച്ച് ജീവനുള്ള കോറൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവര് അത് തപ്പി ഇറങ്ങിയതാണ്. ആക്ച്വലി ഇതിന്റെ ബ്രെയിൻ കോറൽ ലൈവാണ്. ബ്രെയിൻ കോറൽ ഡെഡ് ആവാൻ തുടങ്ങി അല്ലേ? അതും കോറലല്ലേ ആയിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന സ്ഥലത്തെല്ലാം ലൈവ് കോറൽസ് ഉണ്ട്. ഇതേണ്ട ഇതും ഇതല്ലേ ഇത്? ബ്രെയിൻ കോറൽ ദേ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഡ്യൂട്സ്, നിങ്ങൾക്ക് ആക്ച്വലി എന്താ മനസ്സിലായേ? നമ്മൾ നേരത്തെ കോറൽസിനെ കണ്ടില്ലേ, അതായത് ഗ്ലാസ് ബോട്ടം ബോട്ടിലിരുന്നുകൊണ്ട് കണ്ടില്ലേ സീയുടെ അടിയിൽ? ഇത് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ ആ കണ്ട സ്ഥലമൊക്കെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയി മാറും കേട്ടോ. അതാണ് ഇപ്പം ഇവിടെ ഈ ലൈവ് കോറൽസിനൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ ഇതിനെന്താ പറയുന്നത്? കടൽ കുക്കുംബർ, എന്താ കടൽ വെള്ളരി അല്ലേ? കടൽ വെള്ളരിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ശരിക്കും ഇത് കുക്കുംബർ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ബ്ലാക്ക് ആണെന്ന് മാത്രം. നമ്മൾ ഈ കടൽ കുക്കുംബറിനെ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടില്ലേ? ഇവിടെ ഇഷ്ടംപോലെ ദേ അവിടെ ഉണ്ട്, ദേ ഇവിടെ ഉണ്ട്, കണ്ടോ ഡ്യൂട്സ്? ഞാൻ നേരത്തെ നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഉരും, അതായത് ഷിപ്പ്, കപ്പല്, മരക്കപ്പല് 3 വർഷമായിട്ട് ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ പാർട്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ആക്ച്വലി ഉരുവിന് വേറൊരു പേര് പറയില്ല, അതെന്തായിരുന്നു? ഉരുവിന് മുജാവ, ഉരുവിന് വേറൊരു പേര് പറയല്ലോ. ഉരുവിന് വേറൊരു പേര് പറയല്ലോ, എന്തായിരുന്നു? അല്ല, വേറൊരു കപ്പൽ സംതിങ്. വാട്ട് ഇസ് ഇറ്റ്? അയ്യോ, ഇന്നലെ പറ്റി അവര് പറഞ്ഞതാ. ഓക്കെ,
പക്ഷേ നമ്മള് ഈ അറബ്സ് നാട്ടിലെ കൊണ്ടുപോകുന്ന സാധനം ഉരു അത് തന്നെ, പക്ഷെ അതിന് വേറൊരു മഞ്ജു അല്ല. ഇതാണ് അവസ്ഥ. ചില സമയത്ത് എല്ലാവർക്കും അമ്നേഷ്യം ബാധിക്കും. നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ ഇതിനകത്ത് അടിച്ചിരിക്കുന്ന ആണിയൊക്കെ കണ്ടോ? അയ്യോ ദേ ഇവിടെ ഒരു വലിയൊരു ഞണ്ട്, ദേ ശംഖിനകത്ത് ഒരു ഞണ്ട് കണ്ടോ? പോയോ അത്? ദേ എന്തൊരു ചെറിയ സാധനമാണെന്ന് അറിയാം ഇതൊക്കെ. ദൈവമേ, ഞാനിത് കൈ കൊണ്ട് എടുക്കട്ടെ, എന്നെ കടിക്കത്തില്ലല്ലോ അല്ലേ? ഓ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ദേ ഇതാണ് സംഭവം. ദേ ഇത്രയും വലിയ ഒരു ശംഖിന് അതാ ഞണ്ടിരിക്കുന്നുണ്ടോ ശംഖിനകത്ത്? ഇത്രയും വലിയ ഞണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? അപ്പം നമ്മൾ കൽപ്പത്തി ഐലൻഡിൽ നിന്നും സൈൻ ഔട്ട് പറയാൻ കേട്ടോ. നമ്മുടെ അതേ സൂര്യൻ മനോഹരമായിട്ട് അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ആക്സിഡൻ്റ് ആയി കിടന്ന ഉരുവും പിന്നെ ആ ഒരു സൈഡിൽ നിറച്ച് കണ്ടൽക്കാടുകൾ പോലെ എന്തൊക്കെയോ ചെടികൾ. അതേ ഇത് നമ്മുടെ ഗ്യാങ് ആളുകൾ. അവിടെ ഇപ്പോഴും കുറേ ആൾക്കാർ നിൽക്കുന്നു. വീണ്ടും മനോഹരമായ ദൃശ്യമാണ് അല്ലേ? വേറെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കാണാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ലക്ഷദ്വീപ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തത്തില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വരിക കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ണിറച്ച് ആസ്വദിക്കുക.